നമസ്കാരം, ഞാൻ ജോയ്. സിനിമ സിനിമ സിനിമ. തിയേറ്ററിലും ടി വിയിലും ലാപ്പിലും മൊബൈലും ഒക്കെ സിനിമ തന്നെയാണ്. സിനിമ എല്ലായിടത്തും അങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. സിനിമ അതിൻ്റെ അതുല്യമായ മാസ്മരികതയിലേക്ക് പ്രേക്ഷകരെ ചേർത്തങ്ങ് വെച്ചിരിക്കുകയാണ്. ഇക്കാലത്ത് സിനിമ കാണാത്തവരാരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കാണാത്തവരുടെ എണ്ണം വളരെ വളരെ ചുരുക്കമായിരിക്കും. എല്ലാ ആഘോഷങ്ങളുടെയും ഭാഗമായിട്ടത് മാറിയിരിക്കുകയാണ്. ഓണമായാലും ക്രിസ്മസ് ആയാലും വിഷു ആയാലും പെരുന്നാളായാലും എല്ലാവരും ചേർന്ന് കൂട്ടുകാരൊന്നിച്ച് ബന്ധുക്കളൊരുമിച്ച് ഒരു സിനിമയെങ്കിലും കാണണം. സിനിമ ഇല്ലാതെ എന്ത് ആഘോഷമാണല്ലേ. ലോകത്തെ ഏറ്റവും മികച്ച ജനകീയമായ വിനോദ മാധ്യമമായിട്ടത് വളർന്നിരിക്കുകയാണ്. ലോകമൊട്ടുക്കും ഓരോ മണിക്കൂറിലും കോടിക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർദ്ധരാത്രിയിലും വെളുപ്പാങ്കാലത്തുമൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നൊരു കാലവുമാണ്. ഏതു വെച്ച് വെളുപ്പാങ്കാലത്തും ഇഷ്ടപ്പെട്ട താരങ്ങളുടെ സിനിമ കാണാനായിട്ട് ഉണ്ണാതെ ഉറങ്ങാതെ ഒരു കപ്പ് ചായ പോലും കുടിക്കാതെ ആരാധകർ അങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ടാവും. ഇപ്പോൾ സിനിമ കാണാൻ മാത്രമല്ല, അത് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വളരെ വളരെ കൂടിയിട്ടുണ്ട്. കാരണം ഇന്നൊരു മൊബൈൽ മാത്രം മതി നമുക്ക് സിനിമ പിടിക്കാനായിട്ട്. നമുക്ക് ഷൂട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഡബ് ചെയ്യാം, മ്യൂസിക് സ്കോർ ചെയ്യാം, എന്തിന് മാർക്കറ്റിംഗ് റിലീസിങ് വരെ ചെയ്യാനാവും. അതുകൊണ്ടൊക്കെ തന്നെ ഫിക്ഷനും നോൺ ഫിക്ഷനുമായിട്ടുള്ള നൂറുകണക്കിന് സിനിമകളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ലോകമാകെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോമഡി, ട്രാജഡി, ആക്ഷൻ, മ്യൂസിക്കൽ, സസ്പെൻസ്, ത്രില്ലർ, ഫാമിലി ഡ്രാമ, മർഡർ മിസ്റ്ററി, റൊമാൻസ്, ഹൊറർ, ട്രൂ സ്റ്റോറി, സയൻസ് ഫിക്ഷൻ, അങ്ങനെ ഒരുപാട് തരത്തിലും ഗണത്തിലും പെടുന്ന സിനിമകളുണ്ട്. അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ ആളുകളുമുണ്ട്. ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളും റീൽസും ഒക്കെ സിനിമകളാണ്, കൊച്ചു കൊച്ചു സിനിമകൾ. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ആരംഭം? ലോകത്തെ ആദ്യത്തെ സിനിമ ഏതാണ്? ആരാണ് അതുണ്ടാക്കിയത്? എങ്ങനെയായിരുന്നു? എപ്പോഴായിരുന്നു ആ സംഭവം? സിനിമ എങ്ങനെ ഇത്ര വളരെ പോപ്പുലറായ ഒരു വിനോദ മാധ്യമമായി മാറി? സംഭവബഹുലവും രസകരവുമാണ് സിനിമയുടെ വളർച്ചയുടെ ഓരോ സീനും, ഓരോ ഘട്ടവും. നമുക്ക് ആ സീനുകൾ ഓരോന്നായിട്ട് കാണാം. ആദ്യത്തെ സിനിമ എന്ന ആ ഒന്നാം സിനിമയിൽ നിന്ന് തന്നെ തുടങ്ങാം. ദ ജോയ് ഓഫ് സിനിമയിലേക്ക് സ്വാഗതം. ടക് 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 ടക്. ഒന്ന് ശ്രദ്ധിച്ചാൽ അങ്ങ് ദൂരെ നിന്ന് കുതിരയുടെ കുളമ്പടി കേൾക്കാം. അപ്പോൾ തയ്യാറായിക്കോളൂ, ആ കുതിരപ്പുറത്ത് കയറി നമുക്കൊരു ദീർഘയാത്രയ്ക്ക് പോകാം. 1860കളിലേക്ക് പോകേണ്ടതുണ്ട്. അമേരിക്കയിലെ കാലിഫോർണിയയാണ് നമ്മുടെ ലക്ഷ്യം. കാരണം അവിടെ നിന്നാണ് സിനിമയുടെ തുടക്കം. ഇന്നത്തേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു കാലവും കോലവും. നാടകവും സംഗീത കച്ചേരിയും ഗുസ്തിയും ബോക്സിങ്ങും സർക്കസും മാജിക് ഷോകളും ഒക്കെയായിരുന്നു പോപ്പുലറായിരുന്ന വിനോദങ്ങൾ. അന്തരീക്ഷത്തിൽ മോട്ടോർ വാഹനങ്ങളുടെ ഇരമ്പങ്ങളൊന്നുമില്ല, ഓണടികളുമില്ല, അതിനോട് ബന്ധപ്പെട്ട ആൾക്കൂട്ട ബഹളങ്ങൾ യാതൊന്നുമില്ല. പക്ഷെ ഒന്ന് ചെവിയോർത്താൽ, ഞാൻ പറഞ്ഞില്ലേ, ടക് 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 ടക്, കുതിരകളുടെ കുളമ്പടികൾ തന്നെയാണ് നമ്മൾ കേൾക്കുക. സംഭവം എന്താണെന്ന് വെച്ചാൽ, യാത്രകൾക്കൊക്കെ കുതിരയാണ് ആശ്രയം. കുതിരപ്പുറത്ത് ചാടിക്കയറി അങ്ങ് പോകും. ഒറ്റയാന്മാർക്ക് അത് മതി. പിന്നെ കുതിരവണ്ടികളും 5ഉം 6ഉം കുതിരകൾ ഒന്നിച്ചു വലിച്ചുകൊണ്ട് അതിവേഗം പായുന്ന സ്റ്റേജ് കോച്ചുകളുമൊക്കെ ഉണ്ട്. പിന്നെ കുതിര പന്തയങ്ങളുമുണ്ട്. അതിനായി കുതിരകളെ വളർത്തി പരിശീലിപ്പിക്കുന്ന ഇടങ്ങളുമുണ്ട്. നമുക്ക് അങ്ങനെ ഒരിടത്തിലേക്കാണ് പോകേണ്ടത്. അവിടെ കുതിരകൾ അങ്ങനെ കുതിച്ചു പായുകയാണ്. ഒന്നല്ല രണ്ടല്ല, ഡസൻ കണക്കിന് കുതിരകൾ. റേസിൽ ഓടാനുള്ള പരിശീലനത്തിന് അതിൻ്റെ കുതിരകളെ ഓടിക്കുകയാണ്, പരിശീലിപ്പിക്കുകയാണ്. കുതിരകളുടെ ട്രാക്കിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഗാലറിയിൽ ഒരാളെ കാണാം. പ്രൗഢ ഗംഭീരനായിട്ടുള്ള ഒരാൾ. നമ്മുടെ കഥയിലെ 2 പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണത്. കുതിച്ചു പായുന്നതിൻ്റെ കുതിരകളെ കൗതുകത്തോടെ എങ്ങനെ ഇമ വെട്ടാതെ മണിക്കൂറുകളോളം നോക്കിയിരിക്കുന്ന ആ ആൾ മറ്റാരുമല്ല, സാക്ഷാൽ ലിലാൻഡ് സ്റ്റാൻഫോർഡ് തന്നെയാണ്. ലിലാൻഡ് സ്റ്റാൻഫോർഡ് സിനിമാ പ്രേമികൾ എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു പേരാണത്. അദ്ദേഹം നിസ്സാരക്കാരനായിരുന്നില്ല. കാലിഫോർണിയയുടെ ഗവർണറായിരുന്ന, അമേരിക്കയിൽ ഒരു റെയിൽവേ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത, ഇൻ്റർനാഷണൽ കപ്പൽ കമ്പനികളുള്ള സമ്പന്നരിൽ സമ്പന്നനായിട്ടുള്ള ഒരാൾ. ബിസിനസ്സും രാഷ്ട്രീയവും കലയും ശാസ്ത്രവും സ്പോർട്സും ഒക്കെ അദ്ദേഹത്തിന് വഴങ്ങും. ഒരേ ഒരു ജീവിതം, തികച്ചും വ്യത്യസ്തമായ ഒരുപാട് മേഖലകളിൽ ഒരുപോലെ വിജയിച്ച് കാണിച്ചൊരു അമാനുഷ്യൻ. അതാണ് ലിലാൻഡ് സ്റ്റാൻഫോർഡ്. ഇത്ര വളരെ തിരക്കുള്ള അദ്ദേഹം കുറേ സമയം ഈ കുതിരകളുമൊത്ത് ചെലവിടുന്നതിന് ഒരു കാരണമുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശമാണ്. ബിസിനസ്സിൽ അദ്ദേഹത്തിന് അങ്ങേറ്റത്തെ ടെൻഷനുണ്ട്.
അതെല്ലാം വിട്ട് അല്പനേരം വിശ്രമിക്കൂ, മനസ്സിനെ ശാന്തമാക്കൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ ശാന്തമാക്കലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1824 മാർച്ച് 9 ന്യൂയോർക്കിലെ ഹോസിയ എലിസബത്ത് ദമ്പതികളുടെ 8ാമത്തെ മകനായിട്ടാണ് ജനനം. സ്റ്റാൻഫോർഡ് കുടുംബം പരമ്പരാഗതമായ കൃഷിക്കാരാണ്. അവിടുത്തെ സ്വന്തം ഫാമുകളിലാണ് അദ്ദേഹം വളരുന്നത്. മികച്ച സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. പ്രശസ്തമായ അമേരിക്കൻ ഗോൾഡ് റഷിൻ്റെ കാലത്ത് അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് കാലിഫോർണിയയുടെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കുടിയേറുന്നു. ഗോൾഡ് മൈനുകളിൽ സ്വർണം കുഴിച്ചെടുക്കാൻ പോയില്ല. എന്നാൽ അനുദിനം എണ്ണം പെരുകുന്ന ഗോൾഡ് മൈനേഴ്സിന് ആവശ്യമുള്ള പിക്കാസും കൈക്കോട്ടും കോരിയും ചുറ്റയും പോലുള്ള ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ഹാർഡ്വെയർ കട അദ്ദേഹം തുറക്കുന്നു. അത് വൻ വിജയമായി മാറുന്നു. പിന്നെ ഒന്നൊന്നായി കടകളുടെ ഒരു ശൃംഖലയ്ക്ക് തന്നെ രൂപം കൊടുക്കുന്നു. പിന്നാലെ അമേരിക്കയിലെ സെൻട്രൽ സതേൺ റെയിൽവേ ലൈൻ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നു. അതിനുശേഷം ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ബിസിനസ്സിലും കൈവയ്ക്കുന്നു. തൊട്ടതൊക്കെ പൊന്നാവുന്ന കാഴ്ചയാണ്. ധാരാളം പണം വന്നു ചേരുന്നു. അമേരിക്കയിലെ ഏറ്റവും ധനാഢ്യന്മാരായ ദ ബിഗ് 4 എന്നറിയപ്പെടുന്ന 4 വ്യവസായികളിൽ ഒരാളായിട്ട് അദ്ദേഹം മാറുന്നു. വ്യവസായത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഒരു കണ്ണുണ്ട് അദ്ദേഹത്തിന്. നിയമത്തിൽ ബിരുദമുള്ള അദ്ദേഹം പിന്നീട് കാലിഫോർണിയയിലെ അറ്റോർണിയും സെനറ്ററും ഗവർണറുമൊക്കെയായി മാറുകയാണ്. അങ്ങനെ അമേരിക്കയിലെ വ്യവസായ രാഷ്ട്രീയ മേഖലയിൽ പിടിച്ചാൽ കിട്ടാത്തൊരു അതികായനായിട്ട് അദ്ദേഹം അതിവേഗം തന്നെ വളരുകയാണ്. അമേരിക്കയിലെ വിഖ്യാതമായ 8000-ൽ പരം ഏക്കറുകളിൽ പടർന്നു കിടക്കുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും അദ്ദേഹമാണ്. അകാലത്തിൽ മരണമടയുന്ന ഒരേയൊരു മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ആ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ വ്യാവസായിക മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹത്തിന് ആർട്സിലും സയൻസിലുമൊക്കെ താല്പര്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിനൊക്കെ സമയവും കണ്ടെത്തിയിരുന്നു എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അതിനൊക്കെ പുറമെയാണ് ഗവർണർക്ക് ഈ കുതിരപ്പന്തയത്തിലുള്ള കമ്പം. അതിനുവേണ്ടി ഒരു കുതിര ലായം തന്നെ സ്വന്തമായി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എത്ര ആഴമേറിയതായിരുന്നു ആ കമ്പമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. കുതിരകളെ വളർത്തിയത് റേസിൽ ഓടാൻ കൂടി പരിശീലിപ്പിച്ചുകൊണ്ടാണ്. കുതിച്ചു വായുന്നത് തൻ്റെ കുതിരകളെ അങ്ങനെ നോക്കിയിരിക്കെ ഒരു ദിവസം പൊടുന്നതിന് സ്റ്റാൻഫോർഡ് ഒരു അത്ഭുതം കണ്ടെത്തുകയാണ്. അതൊരു ഒന്നൊന്നര കണ്ടെത്തലാണ്. കാരണം ഈ കണ്ടെത്തലിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഒരു പുതിയ ലോകം തന്നെ തുറന്നു വരുന്നത്. റേസിൽ തൻ്റെ കുതിര കുതിച്ചു കയറി അതിൻ്റെ 4 കാലുകളും നിലത്തുനിന്ന് ഉയർത്തി ഇടവിട്ട നിമിഷങ്ങളിൽ വായുവിലൂടെ പറന്നാണ് ഒന്നാമത് എത്താൻ ശ്രമിക്കുന്നത് എന്നതാണ് അത്ഭുതകരമായിട്ടുള്ള കണ്ടെത്തൽ. കുതിരയ്ക്ക് പറക്കാൻ കഴിയും. ഏതാനും നിമിഷങ്ങളിലേക്കാണ് എങ്കിലും കുതിര പറക്കും. സ്റ്റാൻഫോർഡിന് സ്വന്തം കണ്ടുപിടുത്തത്തിലേറെ അഭിമാനം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് പറയാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കഴിയുന്നില്ല. പക്ഷേ അതൊരു വലിയ അബദ്ധമായിപ്പോയി, മണ്ടത്തരമായിപ്പോയി. അവർ ഈ പറക്കുന്ന കുതിരയുടെ കഥ വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്ന് മാത്രമല്ല, ഒരുപാട് കളിയാക്കുകയും ചെയ്തു. കുതിര പറക്കെ വെറുതെ തോന്നിയതാവും, അല്ലെങ്കിൽ ദിവാസ്വപ്നമാവും, കണ്ണും തലയുമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും എന്നൊക്കെയാണ് പരിഹാസം. സ്റ്റാൻഫോർഡ് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവരും ചില്ലറക്കാരൊന്നുമല്ല, വലിയ ആളുകൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വീറും വാശിയുമൊക്കെ കുറച്ച് കൂടും, കളിയാക്കലുകളും. അതിലൊരാൾ കാലിഫോർണിയയിലെ ഒരു പത്രമുടമ, ഒരു കോടീശ്വരനാണ്. ഒരു പന്തയം തന്നെ വെക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരികയാണ്. $25,000 എന്ന ഭീമൻ തുകയ്ക്കാണ് വാതുവയ്ക്കുന്നത്. 1870-കളായിരുന്നു കാലമെന്ന് ഓർക്കണം. അന്നത്തെ $25,000 നമ്മുടെ രൂപയിൽ കണക്കാക്കിയാൽ ഇന്നത്തെ 6,25,00,000-ലധികം വരും എന്നാണ് ഒരു ഏകദേശ കണക്ക്. എന്തായാലും വെല്ലുവിളി ഏറ്റെടുക്കാൻ സ്റ്റാൻഫോർഡ് തയ്യാറാവുന്നു. ഈ പറഞ്ഞ തുക അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു തുകയൊന്നുമല്ല, അത്ര വലിയൊരു പ്രശ്നമല്ല. അതോടെ കളി കാര്യമായി മാറുകയാണ്. ഇതാണ് നമ്മുടെ കഥയിലെ ആദ്യത്തെ ടേണിംഗ് പോയിൻ്റ്. ഇരുപക്ഷത്തും ആളുകൾ എത്തിച്ചേരുന്നു. കുതിര പറക്കും എന്ന് ഗവർണറുടെ പക്ഷം, പറക്കില്ല എന്ന് മറുപക്ഷം. എപ്പോഴും ഒരു കാലെങ്കിലും നിലത്ത് തൊട്ടിരിക്കണം എന്ന് ആ പത്രമുതലാളിക്ക് ഉറപ്പാണ്. കുതിരയുടെ ശരീരഭാരം താങ്ങണമല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ യുക്തി. അത് ശരിയാണ് എന്നാണ് അധികം പേരും കരുതിയിരിക്കുന്നതും. പക്ഷേ കുതിര പറക്കും. ഏതാനും നിമിഷങ്ങളിലേക്ക് അതിൻ്റെ 4 കാലുകളും നിലം തൊടുന്നില്ല എന്ന നമ്മുടെ ഗവർണർ ലിലാൻ സ്റ്റാൻഫോർഡിന് ഡബിൾ ഉറപ്പാണ്. പലതവണ നോക്കി സ്ഥിരീകരിച്ച കണ്ടെത്തലാണ്. തെറ്റാവാനുള്ള യാതൊരു സാധ്യതയുമില്ല. കുതിരയുടെ കാലുകൾ വളരെ വേഗത്തിൽ ചലിക്കുമ്പോൾ അത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം കുതിരയുടെ 4 കാലുകളും ഒരേ സമയത്ത് നിലത്ത് നിന്ന് പൊങ്ങിയില്ല, കുതിര പറന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാവില്ല. സ്റ്റാൻഫോർഡ് കണ്ടു. സ്റ്റാൻഫോർഡ് മാത്രമേ കണ്ടുള്ളൂ. മറ്റാർക്കും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. സംഗതി മറ്റുള്ളവരെ കൂടി കാണിക്കണം, എല്ലാവരെയും ബോധ്യപ്പെടുത്തണം, എന്നാലേ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. അതിനെന്തു വഴിയെന്ന് സ്റ്റാൻഫോർഡ് തലപോഞ്ഞ് ആലോചിക്കാൻ തുടങ്ങുകയാണ്. ഒരുപാട് ആലോചനകൾക്കൊടുവിലൊരു ഉപായം അദ്ദേഹം കണ്ടെത്തുക തന്നെ ചെയ്തു. അതുവരെ ഭൂമിയിൽ അധികമാരും ആലോചിക്കാത്ത, ഒരു പക്ഷെ സ്വപ്നം പോലും കാണാത്തൊരു
കാര്യമാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ഓടുന്ന കുതിരയുടെ ഒരു ഫോട്ടോ എടുക്കുക. ഐഡിയ നല്ലതാണ്, പക്ഷേ ഒട്ടും പ്രാക്ടിക്കൽ അല്ലെന്ന് മാത്രം. പറഞ്ഞ പോലെ 1870കളാണ് കാലം. ഫോട്ടോ എടുക്കുന്ന അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമായിരുന്നില്ല. കുതിരയുടെ ഈ ഓട്ടം ഒരു ഫോട്ടോ പ്ലേറ്റിൽ പതിപ്പിക്കുക നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് അദ്ദേഹത്തിനും അറിയാമായിരുന്നു. ഫോട്ടോയിൽ കുതിരയുടെ കാലുകളുടെ ഓരോ ചലനവും വ്യക്തമായി കാണുന്ന രീതിയിൽ വേണം ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ 4 കാലുകൾ നിലത്ത് നിന്ന് ഉയർത്തി അത് പറക്കുന്നത് എല്ലാവർക്കും കാണാനാകും. ആരും അതുവരെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ചലിക്കുന്ന ഒന്നിൻ്റെയും ഫോട്ടോ എടുക്കാൻ കഴിയില്ല എന്നാണ് ധാരണ. എങ്കിലും അത് എടുക്കണം, വേറെ വഴിയില്ല. സിനിമോട്ടോഗ്രാഫിയില്ല, വീഡിയോഗ്രാഫിയില്ല, സ്റ്റിൽ ഫോട്ടോഗ്രാഫി പോലും അറിയാവുന്നവരെ നമുക്ക് വിരലിലെണ്ണിയെടുക്കാം. അങ്ങനെയായിരുന്നു കാലം. ഫോട്ടോഗ്രാഫി കണ്ടുപിടിച്ചിട്ട് 10-50 വർഷങ്ങളൊക്കെ കടന്നു പോയിരുന്നു. എന്നാലും അതത്ര എളുപ്പമുള്ളൊരു കാര്യമായിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ 1825 യോസെഫ് നിസിഫോർ നിബ്സ് എന്ന ഫ്രഞ്ചുകാരനാണ് ക്യാമറ ഉപയോഗിച്ച് ആദ്യത്തെ ഫോട്ടോ എടുക്കുന്നത്. അത്രയൊന്നും വ്യക്തമല്ലാത്ത നിശ്ചലമായൊരു ഫോട്ടോ ആയിരുന്നു അത്. ഒരു സ്റ്റില്ല്. അത് ആദ്യത്തെ ഫോട്ടോയുടെ കാര്യമാണ്. പിന്നീട് കാര്യങ്ങൾ പുരോഗമിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. സ്റ്റില്ലായിരുന്നെങ്കിലും ഫോട്ടോഗ്രാഫുകൾക്ക് കൂടുതൽ തെളിച്ചവും വ്യക്തതയും ഒക്കെ കിട്ടാൻ തുടങ്ങിയിരുന്നു. എന്നാലും മതിയായ വെളിച്ചത്തിലും ചലനമില്ലാത്ത അവസ്ഥയിലും വളരെ ശ്രദ്ധയോടെ വേണം ഫോട്ടോ എടുക്കാൻ. അതിന് പ്രത്യേക വൈദഗ്ധ്യം തന്നെ വേണം. പിന്നെ ഡാർക്ക് റൂമിൽ കെമിക്കൽ ഉപയോഗിച്ച് നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യണം. ഒടുവിലാണ് പ്രിൻ്റ് എടുക്കുക. അതുവരെ എടുത്ത ഫോട്ടോ പ്ലേറ്റിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ടോ എന്ന് ഫോട്ടോഗ്രാഫർക്ക് പോലും അറിയാൻ കഴിയില്ല. മെനക്കെട്ട പണിയാണ്. പിന്നെ അതുപോലെ മുട്ടിന് പണം മുടക്കുള്ള ഒരു ഏർപ്പാട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി അത്ര ജനകീയമൊന്നുമായിരുന്നില്ല. പക്ഷേ ഫോട്ടോഗ്രാഫിയിലും സ്റ്റാൻഫോർഡിന് താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ റെയിൽ റോഡ് പ്രോജക്റ്റുകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് ധാരാളം ഫോട്ടോകൾ എടുപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ഫോട്ടോകൾ സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോഴാണ് മനുഷ്യന് കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ക്യാമറയ്ക്ക് കാണാൻ കഴിയും, സമയത്തെ പിടിച്ചു കെട്ടാൻ കഴിയും എന്നും ശാസ്ത്രബോധമുള്ള അദ്ദേഹം മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ എടുത്ത ഫോട്ടോയിൽ സമയവും സംഭവവും അങ്ങനെ തന്നെ എക്കാലവും നിലനിൽക്കുകയാണ്. ക്യാമറയിൽ പതിയുന്നത് സത്യമാണ്, ഇല്ലാത്തതൊന്നും അതിൽ പതിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആലോചന ഒടുവിൽ ഫോട്ടോഗ്രാഫിയിൽ എത്തുന്നത്. അദ്ദേഹം ആ വഴിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ തന്നെ തീരുമാനിക്കുകയുമാണ്. ഒരുപക്ഷെ ലോകത്ത് ചലിക്കുന്ന ചിത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് ആലോചിക്കുന്ന ആളുകളിൽ ഒരാളാവും ലിലാൻഡ് സ്റ്റാൻഫോർഡ്. ഒരുപക്ഷെ ചില ഫോട്ടോഗ്രാഫർമാരും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷേ ഇപ്പോൾ സ്റ്റാൻഫോർഡിന് അതൊരു ആവശ്യമായി വന്നിരിക്കുകയാണ്, അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് വേണ്ടത് ഒരു നല്ല ഫോട്ടോഗ്രാഫറുടെ സഹായമാണ്. അദ്ദേഹം അതിനുവേണ്ട അന്വേഷണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. അറിയാവുന്ന പലരെയും പരിഗണിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും അത്ര ആ നിലവാരത്തിലേക്ക് എത്തിയതായി തോന്നിയില്ല. സംഗതികൾ എളുപ്പമല്ല എന്ന് അദ്ദേഹത്തിന് തികച്ചും ബോധ്യമാകുന്നു. ഒരുപാട് കാലം കാത്തിരിക്കാനും കഴിയുകയില്ല. അങ്ങനെ ഇരിക്കെ 1873 ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ തേടിയൊരു വാർത്ത എത്തുന്നു. ആ വർഷത്തെ വിയന്ന ഫോട്ടോഗ്രാഫി എക്സിബിഷനിൽ എഡ്വേർഡ് മൈബ്രിഡ്ജ് എന്നൊരു നേച്ചർ ഫോട്ടോഗ്രാഫർ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നു. അതൊരു വഴിത്തിരിവായി എന്ന് വേണം കണക്കാക്കാൻ. സ്റ്റാൻഫോർഡ് മൈബ്രിഡ്ജിനെ കുറിച്ച് ആദ്യമായിട്ടല്ല കേൾക്കുന്നത്. താടിയും മുടിയും നീട്ടിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അശ്രദ്ധമായി ധരിക്കുന്ന, ഒട്ടും ആകർഷണമല്ലാത്ത, മനോനില തെറ്റിയ ഒരാളാണെന്ന് പോലും തോന്നാവുന്ന ആ രൂപം മനസ്സിൽ തെളിഞ്ഞു. ഇതാണ് നമ്മുടെ കഥയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കഥാപാത്രം. സ്റ്റാൻഫോർഡ് തൻ്റെ റെയിൽവേ പ്രോജക്റ്റുകൾക്ക് വേണ്ടി മൈബ്രിഡ്ജിനെ കൊണ്ട് ഫോട്ടോകൾ എടുപ്പിച്ചിട്ടുണ്ട്. പുതുമയുള്ളതും ആർഷമായ ഫോട്ടോ എടുക്കുന്നതിൽ അദ്ദേഹത്തിന് അതിശയകരമായൊരു കണ്ണ് തന്നെയുണ്ട്. ഒരു പക്ഷേ സ്റ്റാൻഫോർഡിന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത പല കാഴ്ചകളും ഫോട്ടോഗ്രാഫിയിലൂടെ കാണിച്ചു കൊടുത്തതും സമയത്തെ പിടിച്ച് കെട്ടിക്കൊടുത്തതും ഈ പറഞ്ഞ മൈബ്രിഡ്ജ് തന്നെയാണ്. മാത്രമല്ല ഫോട്ടോഗ്രാഫിയിൽ തുടർച്ചയായി ഒട്ടനവധി പരീക്ഷണങ്ങൾ നടത്താനും ശ്രമിക്കുന്ന ഒരാളാണ് മൈബ്രിഡ്ജ് എന്നും സ്റ്റാൻഫോർഡിന് അറിയാമായിരുന്നു. അന്തർമുഖനും മുൻകോപിയും ഒക്കെ ആണെങ്കിലും ഒരുപക്ഷെ താൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഫോട്ടോഗ്രാഫർ എഡ്വേർഡ് മൈബ്രിഡ്ജ് തന്നെയായിരിക്കുമെന്ന് സ്റ്റാൻഫോർഡിന് ഉള്ളിലൊരു തോന്നലുണ്ടായി. ആ ഘട്ടത്തിൽ ഒരു മൂവിങ് ഫോട്ടോ സ്റ്റുഡിയോയെ രൂപപ്പെടുത്തിയ തൻ്റെ ഒറ്റ കുതിരവണ്ടിയിൽ മറ്റൊരു ഫോട്ടോഗ്രാഫി പ്രോജക്റ്റിന് വേണ്ടി അമേരിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലൂടെ യാത്രയിലായിരുന്നു എഡ്വേർഡ് മൈബ്രിഡ്ജ്. എടുക്കുന്ന ഫോട്ടോകൾ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റുഡിയോകൾ അന്വേഷിച്ചുള്ള യാത്രകളിൽ വെറുതെ നഷ്ടപ്പെടുന്ന സമയം ഉപയോഗപ്രദമാക്കാൻ കൂടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ ജീനിയസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൈബ്രിഡ്ജിൻ്റെ ഇഷ്ട ഇടങ്ങളായ ആർക്കിടെക്ചർ, ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളല്ല, മറിച്ച് ഒരു കുതിര ഓടുന്ന ചിത്രമാണ് വേണ്ടത്. കേൾക്കുമ്പോൾ സിമ്പിൾ. ഓടുമ്പോൾ അതിൻ്റെ 4 കാലുകൾ നിലത്തുനിന്ന് പൂർണ്ണമായും പൊങ്ങുന്നു, അല്ലെങ്കിൽ കുതിര പറക്കുന്നു എന്ന് തെളിയിക്കാനാകും വിധമുള്ളൊരു ഫോട്ടോയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ സംഗതി കോംപ്ലിക്കേറ്റഡ് ആകുന്നു. ഓടുന്ന കുതിരയുടെ 4 കാലുകൾ മുകളിലേക്ക് ഉയർത്തുന്ന നിമിഷം ഫോട്ടോ എടുക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല.
അങ്ങനെ എടുക്കാനാവില്ല. അനങ്ങുന്ന ഒന്നിൻ്റെയും ഫോട്ടോ എടുക്കാനാവില്ല. കുതിരയെ അങ്ങനെ ഒരു പൊസിഷനിൽ നിർത്താനുമാവില്ല. പിന്നെ എങ്ങനെ എടുക്കണമെന്ന് ചോദിച്ചാൽ അതറിയില്ല. അത് തീർത്തും ഫോട്ടോഗ്രാഫറുടെ കഴിവാണ്. അല്ലെങ്കിൽ വല്ല അത്ഭുതവും സംഭവിക്കണം. അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം കരുതുന്നത്. സംഗതി ആകെ കുഴഞ്ഞു മറിയുകയാണ്. സ്റ്റാൻഫോർഡ് മൈബ്രിഡ്ജിനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന ഉടനടി $2000 വാഗ്ദാനം ചെയ്യുന്നു. അന്ന് അതൊരു വലിയ തുകയാണ്. മൈബ്രിഡ്ജിനെ സംബന്ധിച്ചിടത്തോളം അതുവരെ വാഗ്ദാനം ചെയ്യപ്പെട്ടതിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ തുകയായിരുന്നു അത്, പ്രതിഫലമായിരുന്നു അത്. സ്റ്റാൻഫോർഡിനെ പോലെ ഒരാൾ ആവശ്യപ്പെടുമ്പോൾ അത് നിരസിക്കാനുമാവില്ല. എന്നിട്ടും അദ്ദേഹം അത് നിരസിക്കാനാണ് ശ്രമിച്ചത്. കാരണം അന്നത്തെ ഫോട്ടോഗ്രാഫിയുടെ പരിമിതികൾ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. അക്കാലത്തെ ക്യാമറകളും ഫോട്ടോഗ്രാഫി പ്ലേറ്റുകളും ചലനം ആലേഖനം ചെയ്യാൻ ഒട്ടും തന്നെ പര്യാപ്തമായിരുന്നില്ല. ഒന്ന് അനങ്ങാൻ പോലും പാടില്ല, ചിത്രം അവ്യക്തമാവും. ഒരു തരം വെറ്റ് പ്ലേറ്റുകളായിരുന്നു ചിത്രമെടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. സെല്ലുലോയിഡ് ഫിലിമൊക്കെ ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് എത്തുന്നത്. മറ്റൊരു പ്രധാന ഘടകം ഷട്ടർ സ്പീഡായിരുന്നു. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം അല്ലെങ്കിൽ ദൃശ്യം പ്ലേറ്റിൻ്റെ പ്രതലത്തിലേക്ക് പകർന്നു കിട്ടാൻ ആവശ്യമായ സമയമാണ്. ചിത്രം പതിയുക പ്രകാശത്തിലൂടെയാണ്. അന്ന് ചിത്രമെടുക്കാനായി ഫോട്ടോഗ്രാഫർമാർ ലെൻസിൻ്റെ ക്യാപ്പ് തുറന്ന് പ്രകാശം കടത്തിവിടുകയും ചിത്രം പ്ലേറ്റിലേക്ക് പതിയാൻ വേണ്ട സമയം കണക്കാക്കി ക്യാപ്പ് അടയ്ക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രകാശം കൊണ്ടുള്ള ഒരു ചിത്രരചനയാണ് ഫോട്ടോഗ്രാഫി. അന്ന് മെക്കാനിക്കൽ ഷട്ടറുകൾ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും വേണ്ടത്ര ഫലപ്രദമായിരുന്നില്ല. കാരണം ആ ഷട്ടറുകളും ഒക്കെ വളരെ പതുക്കെ തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ഫോട്ടോ പ്ലേറ്റുകളുടെ സെൻസിറ്റിവിറ്റി കുറവായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുതിരയുടെ ചലനങ്ങൾ തിരിച്ചറിയും വിധം ആലേഖനം ചെയ്യാൻ 1 സെക്കൻഡിനേക്കാൾ കൂടിയ ഷട്ടർ സ്പീഡിൽ ചിത്രം എടുക്കേണ്ടി വരും. കുതിരയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 40 മുതൽ 60 അടി ദൂരം വരെ ഓടും. ഒറ്റ ഓട്ടമാണ്. ആ ഓട്ടം പിടിച്ചെടുക്കുക അസാധ്യം തന്നെയാണ്. 2 സെക്കൻഡായിരുന്നു അന്നത്തെ ഷട്ടർ സ്പീഡ്. ക്യാമറയുടെ ഷട്ടർ സ്പീഡ് കൂട്ടുക അതിനായിരുന്നു മൈബ്രിഡ്ജിൻ്റെ എല്ലാ ശ്രമങ്ങളും. എന്ന് വെച്ചാൽ ഫോട്ടോ പ്ലേറ്റുകളുടെ ഇമേജ് പതിപ്പിച്ചെടുക്കാനുള്ള സമയം കുറയ്ക്കണം. എന്നാലേ ചലനാവസ്ഥയിലുള്ള ദൃശ്യം പ്ലേറ്റിൽ പതിക്കുകയുള്ളൂ. തീർന്നില്ല, അദ്ദേഹത്തെ പിടികൂടിയ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ചലനം എങ്ങനെ ഒരു ക്യാമറ ഉപയോഗിച്ച് ഒറ്റ പ്ലേറ്റിൽ പതിപ്പിക്കും എന്നതായിരുന്നു അത്. നിലവിലെ ചുറ്റുപാടിൽ സംഗതി നടക്കില്ലെന്ന് തീർത്തും പറഞ്ഞൊഴിയാൻ മൈബ്രിഡ്ജിന് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഫോട്ടോഗ്രാഫിയിൽ ചലനം കൊണ്ടുവരിക എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാനായിട്ട്. ഇതിനോടകം തന്നെ മൈബ്രിഡ്ജിൻ്റെ പ്രതിഭ തിരിച്ചറിഞ്ഞിട്ടുള്ള സ്റ്റാൻഫോർഡ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്കേ അത് ചെയ്യാൻ കഴിയൂ എന്ന് നിരന്തരം പ്രോത്സാഹിപ്പിക്കുക കൂടി ചെയ്തതോടെ മൈബ്രിഡ്ജിന് വേറെ വഴിയില്ലാതാവുന്നു. ഒരു കണക്കിന് അതൊരു നിർബന്ധിക്കലാണ്. തുടർന്ന് ലക്ഷ്യത്തിലെത്തുക 2 പേരുടെയും ആവശ്യമാണെന്നും അതിനുവേണ്ടി എത്ര പണം മുടക്കാനും താൻ തയ്യാറാണെന്ന് കൂടി സ്റ്റാൻഫോർഡ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. സ്റ്റാൻഫോർഡിൻ്റെ ടെൻഷൻ നമുക്ക് മനസ്സിലാവും. ഒടുവിൽ ശ്രമിക്കാം എന്ന് മൈബ്രിഡ്ജ് സമ്മതിക്കുമ്പോഴാണ് സ്റ്റാൻഫോർഡിന് അല്പമെങ്കിലും ആശ്വാസമാവുന്നത്. സമ്പന്നനും സഹൃദയനുമായ ഗവർണറും ശാസ്ത്രബോധവും കലാഹൃദയവുമുള്ള ഫോട്ടോഗ്രാഫറും. അത് മനോഹരമായ ഒരു സൗഹൃദത്തിൻ്റെ തുടക്കമാവുന്നു. പ്രതിഭാധനന്മാരായ 2 പേരുടെ ആ അതുല്യമായ സമാഗമം പുതിയൊരു ചരിത്രമെഴുത്തിൻ്റെ വഴിയൊരുക്കവുമാവുന്നു. സിനിമയെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർണായക മുഹൂർത്തമായി മാറുകയാണ്. ഫോട്ടോഗ്രാഫർ എത്തിയതോടെ ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധയും അങ്ങോട്ട് തിരിയുന്നുണ്ട്. ഒരാളുടെ രൂപം അതേപടി പ്രകാശകിരണങ്ങളുടെ സഹായത്തോടെ ഒരു പ്ലേറ്റിലേക്കും അവിടെ നിന്ന് പേപ്പറിലേക്കും പകർത്തുന്നത് ശാസ്ത്രീയമായ ഒരു വലിയ കണ്ടുപിടുത്തം മാത്രമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. കലാപരമായ ഒരു തലം അതിന് കൈവരുന്നത് പിന്നീടാണ്. ഇനി നിശ്ചലമായ ആ ഫോട്ടോഗ്രാഫിനെ ചലിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നറിയുമ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് തികച്ചും സ്വാഭാവികവുമാണ്. അവർ പക്ഷമൊന്നും പിടിച്ചില്ല. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടർച്ചയായി സ്റ്റീം എൻജിൻ, ഇലക്ട്രിക്കൽ ടെലിഗ്രാഫ്, ഇലക്ട്രിക്കൽ ബൾബ്, അങ്ങനെ ഒരുപാട് മെഷീനുകൾ കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണത്. അതുകൊണ്ട് ആകാംക്ഷയുടെ അവരുടെ ഓരോ നീക്കവും ശാസ്ത്രലോകം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മുഴുവൻ സമയവും മൈബ്രിഡ്ജ് ഗവർണർക്ക് നൽകാൻ തന്നെ തീരുമാനിക്കുകയാണ്. ചലനം ഒറ്റ പ്ലേറ്റിൽ പതിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സൂപ്പർ ഇമ്പോസിഷൻ അടക്കമുള്ള ഒട്ടനവധി പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഒന്നിനുമേൽ മറ്റൊരു ചിത്രം അല്ലെങ്കിൽ ഒന്നിലധികം ചിത്രങ്ങൾ, ഓരോ ചിത്രങ്ങളും കാണാൻ കഴിയും വിധം ആലേഖനം ചെയ്യുന്നതിനെയാണ് സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് സമയം വേണ്ടി വന്നു. മൈബ്രിഡ്ജ് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്ന് തന്നെ പറയണം. ഉദ്ദേശിക്കുന്ന ഫലമൊന്നും കിട്ടിയതുമില്ല. പുരോഗതി മന്ദഗതിയിലായതിനാൽ മൊത്തത്തിലുള്ള പ്രോജക്റ്റിന് താൻ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ സമയവും പണവും വേണ്ടി വരുമെന്ന് സ്റ്റാൻഫോർഡിന് പതുക്കെ മനസ്സിലാവുന്നു. എത്ര ശ്രമിച്ചിട്ടും ചലനം ഫോട്ടോകളിൽ എത്തിയതുമില്ല. ഒരു ബ്ലർ ഇമേജിൻ്റെ അവ്യക്തതയ്ക്കപ്പുറം കടക്കാനാവാതെ മൈബ്രിഡ്ജ് വല്ലാതെ വിഷമിച്ചു.
പക്ഷെ പിന്മാറാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. നല്ല ഭ്രാന്തമായിട്ടുള്ള ആവേശമായിരുന്നു. സ്റ്റാൻഫോർഡും കട്ടയ്ക്ക് തന്നെ നിന്നു. സ്റ്റാൻഫോർഡിന് താൻ വിചാരിച്ചതിനേക്കാൾ ക്ഷമയും പണവും അതിനേക്കാൾ ഉപരി നല്ലൊരു മനസ്സുമുണ്ടെന്ന് ഫോട്ടോഗ്രാഫർക്ക് വേഗം തന്നെ മനസ്സിലായി. അത് തന്നിലുള്ള വിശ്വാസമാണ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഓടുന്ന കുതിരയുടെ പടം എടുക്കണം എന്ന് മൈബ്രിഡ്ജ് തീരുമാനിക്കുന്നു. നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തൻ്റെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി നിരന്തരം ഭാര്യയിൽ നിന്ന് അകന്നു കഴിയേണ്ടി വരുന്ന ഒരാളാണ് മൈബ്രിഡ്ജ്. സ്വന്തം ഭാര്യയെ കാണാനായി അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുന്നു. ഇപ്പോൾ സ്റ്റാൻഫോർഡിൻ്റെ ഓടുന്ന കുതിര എന്ന പ്രോജക്റ്റിന് വേണ്ടി ഭാര്യയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം. മാസങ്ങൾ തന്നെ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഭാര്യയെ അദ്ദേഹം കാണാനായിട്ട് പോവുകയാണ്. പിന്നെ അദ്ദേഹം തിരിച്ചു വരുന്നില്ല. ഇവിടെയാണ് നാടകീയമായ സംഭവങ്ങൾ നമ്മുടെ കഥയിൽ അരങ്ങേറുന്നത്. മടങ്ങി എത്താമെന്ന് പറഞ്ഞ ദിവസമൊക്കെ കടന്നു പോകുന്നു. അതുവഴി പോകുന്ന കുതിരവണ്ടികളിലൊന്നും മൈബ്രിഡ്ജ് വരുന്നില്ല. ഒരു വിവരവുമില്ല. ഈ ഫോട്ടോഗ്രാഫർക്ക് എന്ത് പറ്റി? എവിടെ പോയി ഒളിച്ചു? പകരം വയ്ക്കാൻ മറ്റൊരാളില്ല എന്ന സത്യം അദ്ദേഹത്തിന് തിരിച്ചറിയുകയും ചെയ്യാമല്ലോ. ഗവർണർ തീർത്തും അസ്വസ്ഥനാവുന്നു. ഇന്നത്തെ പോലെ വാട്സപ്പില്ല, ഫേസ്ബുക്കില്ല, ഇൻസ്റ്റാഗ്രാമില്ല, മൊബൈലില്ല, ലാൻഡ് ഫോൺ പോലുമില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫർക്ക് എന്ത് പറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുമില്ല. ഒരു വ്യവസ്ഥയുമില്ലാത്ത ഒരാൾ എന്ന ദുഷ്പേര് പണ്ട് തന്നെ എഡ്വേർഡ് മൈബ്രിഡ്ജിനുണ്ട് താനും. ഏറ്റെടുത്ത സംഭവം നടക്കാതായപ്പോൾ ഫോട്ടോഗ്രാഫർ നാട് വിട്ടു, ഒളിച്ചുപോടി എന്ന് എതിർപക്ഷത്തുള്ളവർ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികം. ഓടുന്ന കുതിര പോയിട്ട് നടക്കുന്ന കുതിരയുടെ ഫോട്ടോ പോലും ആരും അതുവരെ എടുത്തിട്ടില്ല. പിന്നെയാണ് ഓടുന്ന കുതിര. അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ എവിടെയും വെന്നിക്കൊടി പാറിച്ച ശീലമേ സ്റ്റാൻഫോർഡിനുള്ളൂ. അതിന് ഭംഗം വരുമോ എന്ന് ഇപ്പോൾ അദ്ദേഹം ഭയക്കാൻ തുടങ്ങുകയാണ്. സ്റ്റാൻഫോർഡിന് തലയുയർത്തി നടക്കണമെങ്കിൽ ആ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മൈബ്രിഡ്ജിനെ വെറുതെ അങ്ങ് വിടാനാവില്ല. ഒടുവിൽ കാര്യങ്ങളറിയാൻ ആളെ വിട്ട് അന്വേഷിക്കേണ്ടി വന്നു. ദൂതന്മാർ വന്ന് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറഞ്ഞ കഥകൾ കേട്ടപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോവുകയാണ്. അത്രയ്ക്കും സംഭ്രമജനകമായിരുന്നു സംഭവങ്ങൾ. മൈബ്രിഡ്ജിന് ഭ്രാന്ത് പിടിച്ചു, ഒരാളെ കൊന്നു, കൊലപാതക കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു, ഇപ്പോൾ ജയിലിലാണ് എന്നൊക്കെയാണ് കേൾക്കുന്ന കഥകൾ. ഇനി തൻ്റെ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് പോകും എന്നാവും സ്റ്റാൻഫോർഡ് ആദ്യം ആലോചിച്ചിരിക്കുക. മൈബ്രിഡ്ജ് ഇല്ലെങ്കിൽ പിന്നെ ആരെയാണ് തൻ്റെ പ്രോജക്റ്റ് ഏൽപ്പിക്കാൻ കഴിയുക? കാലിഫോർണിയ മുഴുവൻ കാത്തിരിക്കുകയാണ്. വരാൻ പോകുന്ന മാനഹാനിയോർത്ത് ഏറെ അസ്വസ്ഥനാവുന്നുണ്ട് അദ്ദേഹം. പിന്നീട് മനസ്സൊന്ന് ശാന്തമായപ്പോൾ മൈബ്രിഡ്ജിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ സത്യാവസ്ഥയും ഏതാണ്ട് കേട്ടതൊക്കെ പോലെ തന്നെയാണ് എന്ന് മനസ്സിലാവുന്നു. മൈബ്രിഡ്ജ് ജയിലിലാണ്. ഭാര്യയുടെ കാമുകനെയാണ് കൊന്നത്. കൊലക്കുറ്റത്തിന് വിചാരണ നേരിടുകയാണ് അദ്ദേഹം. തൻ്റെ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്ന സമയത്താണ് അരുതാത്തതൊക്കെ ഈ ഫോട്ടോഗ്രാഫർക്ക് സംഭവിക്കുന്നത്. അത് തന്നെയും ബാധിച്ചേക്കാം. സ്റ്റാൻഫോർഡിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനിശ്ചിതമായൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മൈബ്രിഡ്ജിൻ്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്ന് സ്റ്റാൻഫോർഡിന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അബദ്ധം തനിക്കാണ് പറ്റിയത്. ഭ്രാന്തനായ ഒരാളെയാണ് താൻ അസാധാരണമായൊരു പണി ഏൽപ്പിച്ചിരിക്കുന്നത്. എതിരാളികൾ സന്തോഷത്തിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോഴത്തെ പ്രതിസന്ധിയെ എങ്ങനെ പ്രാവർത്തികമായി നേരിടണമെന്ന് അദ്ദേഹം ശാന്തമായിരുന്ന് ആലോചിക്കുന്നു, തീരുമാനങ്ങളെടുക്കുന്നു. മൈബ്രിഡ്ജിനെ കാത്തിരിക്കുക എന്നതിനേക്കാൾ രക്ഷിക്കുക, തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് അഭികാമ്യം എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. ഒടുവിൽ സ്റ്റാൻഫോർഡ് തൻ്റെ പണവും സ്വാധീനവും മൈബ്രിഡ്ജിനെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുകയാണ്. തൻ്റെ സുഹൃത്തു കൂടിയായ പ്രഗത്ഭനായ ലോയർ W. പെന്താഗസിനെ മൈബ്രിഡ്ജിൻ്റെ കേസ് വാദിക്കാനായി നിയോഗിക്കുന്നു. സമയം ആരെയും കാത്തു നിൽക്കാറില്ല. ദിവസങ്ങളും മാസങ്ങളും ഇതൊന്നും അറിയാതെ കടന്നു പോവുകയാണ്. മറുപക്ഷം അവസാനത്തെ വിസിലിനായി കാത്തിരിക്കുകയുമാണ്. അങ്ങനെ ഒരു വർഷത്തിലേറെ വൈകിയാണെങ്കിലും ഒടുവിൽ മൈബ്രിഡ്ജിനെ സ്റ്റാൻഫോർഡ് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുന്നു. അദ്ദേഹം ജയിൽ മോചിതനാവുന്നു. പൊടുന്നനെ ഉണ്ടായ മാനസിക വിഭ്രാന്തിയിൽ ചെയ്ത ഒരു കൊലപാതകമാണ് അതെന്നും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു എന്നും അഡ്വക്കേറ്റ് പെന്താഗസ് കോടതിയിൽ വാദിക്കുന്നു. അതിനു പുറമേ മുമ്പുണ്ടായ ഗുരുതരമായ ഒരു അപകടത്തെ തുടർന്ന് മൈബ്രിഡ്ജിൻ്റെ മാനസികാവസ്ഥ താളം തെറ്റിയ നിലയിലാണെന്നും സാധാരണമല്ലെന്നുമുള്ള വാദവും സാക്ഷികളെ വെച്ച് തെളിവുകൾ സഹിതം നിരത്തുന്നു. കോടതിക്ക് അത് ഒടുവിൽ ശരിവെക്കേണ്ടി വരികയാണ്. ജസ്റ്റിഫിയബിൾ ഹോമിസൈഡ് ആൻഡ് ഇൻസാനിറ്റി എന്നാണ് കോടതി കണ്ടെത്തുന്നത്. മൈബ്രിഡ്ജിനെ വെറുതെ വിടുന്നു. ജയിൽ മോചിതനായ ശേഷം സ്റ്റാൻഫോർഡ് ഏതാനും മാസങ്ങൾ തൻ്റെ താരതമ്യേന ലളിതമായ മറ്റൊരു പ്രോജക്റ്റ് ചെയ്യാനായി മൈബ്രിഡ്ജിനെ തെക്കേ അമേരിക്കയിലേക്ക് അയക്കുകയാണ്. ഫോട്ടോഗ്രാഫർ തൻ്റെ തടവുകാല വ്യഥകളിൽ നിന്ന് മോചിതനാവട്ടെ എന്ന് കരുതിയാവണം ഗവർണർ അങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അതിനുശേഷമാണ് രണ്ടുപേരും നമ്മുടെ ഓടുന്ന കുതിര എന്ന പ്രോജക്റ്റിലേക്ക് തിരിച്ചെത്തുന്നത്. സ്റ്റാൻഫോർഡിനുള്ള കടപ്പാട് കൊണ്ടും കഴിഞ്ഞതൊന്നും ഓർക്കാതിരിക്കാനും വേണ്ടിയാവണം മൈബ്രിഡ്ജ് ആ പ്രോജക്റ്റിലേക്ക് മറ്റെല്ലാം പറഞ്ഞ് ആഴ്ന്നിറങ്ങുന്നത്. വീണ്ടും വർഷങ്ങൾ നീണ്ട നിരന്തരമായ ശ്രമങ്ങൾ വേണ്ടി വന്നു മൈബ്രിഡ്ജിൻ്റെ ലക്ഷ്യത്തിലെത്താൻ. ഷട്ടർ സ്പീഡ് സെക്കൻഡിനേക്കാൾ കൂട്ടാൻ മൈബ്രിഡ്ജിന് കഴിയുന്നു എന്ന് പറഞ്ഞാൽ കുറേ കൂടി സെൻസിറ്റീവായ ഇമൽഷൻ കണ്ടുപിടിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അതൊരു വലിയ പുരോഗമനമായിരുന്നു. മൈബ്രിഡ്ജ് ചലനത്തിലേക്കൂടെ ഒരു വലിയ കടമ്പ മറികടന്നിരിക്കുകയാണ്. തൻ്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ലെന്ന് സ്റ്റാൻഫോർഡിനും തോന്നിത്തുടങ്ങുകയാണ്. ചലനം ഫോട്ടോഗ്രാഫ് ചെയ്യാൻ ഒരു ഫ്രെയിം മതിയാകില്ലെന്ന് ഇതിനോടകം തന്നെ മൈബ്രിഡ്ജ് മനസ്സിലാക്കിയിരുന്നു. കുതിരയുടെ ഓട്ടം ഒന്നിലേറെ ഫ്രെയിമുകളിൽ പിടിക്കേണ്ടി വരും. അതിലൊന്നോ അതിലധികമോ ഫ്രെയിമുകളിൽ കുതിരയുടെ 4 കാലുകളും നിലത്ത് നിന്ന് പൊങ്ങിയിരിക്കുന്നത് കാണാനുമാവണം. അത് മൈബ്രിഡ്ജ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ട പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. ഒടുവിൽ അല്പം വളഞ്ഞ വഴിയിലാണെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ ചലനം സാധ്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയാണ്. അതിന് ഒന്നല്ല ഒരു നിര ക്യാമറകൾ തന്നെ വേണം, ഓരോന്നും ഒന്നിനു പുറകെ ഒന്നായി പ്രവർത്തിപ്പിക്കുകയും വേണം എന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. എല്ലാം ആവർത്തിച്ച് പരീക്ഷിച്ച് ഉറപ്പിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് ഏറ്റവും മികച്ച 12 ക്യാമറകളും ലണ്ടനിൽ നിന്ന് ഏറ്റവും നൂതനമായ ലെൻസുകളും വേണമെന്ന് മൈബ്രിഡ്ജ് ആവശ്യപ്പെടുന്നു. സ്റ്റാൻഫോർഡ് ഉടൻ തന്നെ അതൊക്കെ ഓർഡർ ചെയ്ത് വരുത്തുന്നു. അദ്ദേഹം പ്രോജക്റ്റിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിരിക്കുകയാണല്ലോ. ഇനി മിന്നും ജയം, ഫോട്ടോഗ്രാഫിയിലെ ഈ കുതിപ്പ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. അത് ഗ്രാൻഡായി തന്നെ നടക്കണം. ഇനിയാണ് ക്ലൈമാക്സ്. ഒടുവിൽ സ്റ്റാൻഫോർഡ് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ അതിനായി സമയവും സ്ഥലവും പ്രഖ്യാപിക്കുകയാണ്. 1878 ജൂൺ 19 അതാണ് തിരഞ്ഞെടുത്ത ചരിത്ര ദിവസം. കാലിഫോർണിയയിലെ തൻ്റെ പാലോൾട്ടയിലെ റേസ് ട്രാക്കാണ് ലൊക്കേഷൻ. ഫോട്ടോഗ്രാഫിയിൽ ഒരു പുതിയ യുഗം പിറക്കുന്നതിന് സാക്ഷ്യം വഹിക്കാനും തൻ്റെ പ്രിയപ്പെട്ട കുതിര സാലി ഗാർഡനർ ഓടുന്നതിൻ്റെ ഫോട്ടോകൾ എടുക്കുന്നത് തത്സമയം ലൈവായി കാണാനും അദ്ദേഹം അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരെ ഒന്നടങ്കം അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഇനി ഒരാളും കുതിര പറക്കുന്ന കുതിര കണ്ടില്ലെന്ന് പറയരുത്. സംഭവം പരാജയപ്പെടുന്നത് കാണാനായിട്ട് നമ്മുടെ വാതുവെപ്പ് സംഘവും അവിടെ എത്തിയിരിക്കണം. ഫോട്ടോകൾ എടുക്കുന്നതിന് മുമ്പ് സ്റ്റാൻഫോർഡും മൈബ്രിഡ്ജും അതിനുവേണ്ടി വൻ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. ഒരു തരത്തിലും പരാജയപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. പശ്ചാത്തലത്തിൽ വലിയ വെള്ളക്കട്ടനുകൾ വലിച്ചു കെട്ടുന്നു. ഫ്രെയിമിലുള്ള എല്ലാ ചുമരുകളും വെള്ളയടിക്കുന്നു. നിലത്ത് വെളുത്ത മാർബിൾ പൊടിയും ചുണ്ണാമ്പും വിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും വെളുപ്പിച്ചെടുത്ത പശ്ചാത്തലത്തിലേക്ക് സ്റ്റാൻഫോർഡിൻ്റെ ഇരുണ്ട നിറമുള്ള കുതിര പാഞ്ഞു വരുന്നത് ഫോട്ടോ പ്ലേറ്റിൽ വ്യക്തമായി പതിക്കുന്നതിന് വേണ്ട എല്ലാ വഴിയും ഒരുക്കി വയ്ക്കുന്നു. ഒരു ആയുധപ്പുരയിൽ നിരത്തി വച്ചിരിക്കുന്ന പീരങ്കികൾ പോലെ ഒരു ഡസൻ ക്യാമറകൾ നിരത്തി വയ്ക്കുന്നു. ട്രാക്കിൽ 12 സ്ട്രിപ്പ് വയറുകൾ ഘടിപ്പിക്കുന്നു. ഓരോന്നും ഓരോ ക്യാമറയുമായി ബന്ധിപ്പിക്കുന്നു. കുതിര കുതിക്കുമ്പോൾ സജ്ജീകരിച്ച് വച്ചിരിക്കുന്ന ക്യാമറയുടെ ഷട്ടറുകൾ ഒന്നിനു പുറകെ ഒന്നായി തുറക്കുകയും കുതിരയുടെ ചലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആലേഖനം ചെയ്യപ്പെടുകയും ചെയ്യണം. ഒടുവിൽ ആ നിമിഷവും വന്നു ചേരുന്നു. പരിചയസമ്പന്നനായ ജോക്കി ഡോം ഓടിക്കുന്ന സ്റ്റാൻഫോർഡിൻ്റെ സ്വന്തം സാലി ഗാർഡനർ എന്ന കുതിര ട്രാക്കിലൂടെ കുതിക്കാൻ ഒരുങ്ങി സിഗ്നലിനായി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാത്തു നിൽക്കുന്നു. കാണികൾ ശ്വാസമടക്കുന്നു. ഒടുവിൽ മൈബ്രിഡ്ജ് ആ സിഗ്നൽ കൊടുക്കുന്നു. ചരിത്രപരമായ ആ നിമിഷത്തിലേക്ക് സ്റ്റാൻഫോർഡിൻ്റെ സാലി ഗാർഡനർ എന്ന കുതിര കുതിച്ചു പായുന്നു. മൈബ്രിഡ്ജിൻ്റെ 12 ക്യാമറകൾ കുതിരയുടെ ഓരോ ചലനവും ഒപ്പിയെടുക്കുന്നു. 1/1000 ഓഫ് എ സെക്കൻഡാണ് ഷട്ടർ സ്പീഡ്. അങ്ങനെ ഓടുന്ന കുതിരയുടെ പടം ഒടുവിൽ യാഥാർത്ഥ്യമാവുന്നു. ആദ്യമായിട്ടാണ് ചലിക്കുന്ന ഒരു വസ്തുവിനെ ലൈവായി ഫോട്ടോഗ്രാഫ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ കണ്ണിന് കാണാൻ കഴിയാത്ത കുതിരയുടെ ഓട്ടവും കാലുകളുടെ സ്ഥാനമടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും ഫോട്ടോഗ്രാഫി ചെയ്യപ്പെടുകയാണ്. അതിൽ 2 ഫോട്ടോകളിൽ കുതിരയുടെ 4 കാലുകൾ നിലത്ത് നിന്ന് പൊങ്ങിയ നിലയിലായിരുന്നു. യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അത് വ്യക്തവുമായിരുന്നു. യഥാർത്ഥത്തിൽ ചലനം പകർത്താൻ ഒരു ഫോട്ടോ മതിയാകില്ല, ഒന്നിലധികം ഫോട്ടോകൾ വേണം. ഒരു നിര ഫോട്ടോകൾ തന്നെ വേണം. അവ ഒന്നിനു പുറകെ ഒന്നായി കൃത്യമായി ഓടിക്കുകയും വേണം. ഒരു ക്യാമറ ഉപയോഗിച്ചല്ല, മറിച്ച് തുടർച്ചയായി ട്രിഗർ ചെയ്ത 12 ക്യാമറകളുടെ ഒരു പരമ്പര തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ചലിക്കുന്ന ഒരു കുതിരയുടെ ഫോട്ടോ എടുക്കുന്നതിനുള്ള ഒരു സാങ്കേതിക വിദ്യ മൈബ്രിഡ്ജ് എന്ന ഫോട്ടോഗ്രാഫർ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നിന്നാണ് ചലനചിത്രത്തിൻ്റെ തുടക്കം, സിനിമയുടെ തുടക്കം എന്ന് നമുക്ക് പറയാം. പിന്നീടാണ് ഒരു ക്യാമറയിൽ ഓടുന്ന ഫിലിം റോളൊക്കെ വരുന്നത്. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ ഓടുന്ന നിലയിലേക്ക് അത് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് മൂവി അങ്ങനെ തന്നെയാണ്. നിശ്ചലമാണ് ഓരോ ഫ്രെയിമും. ചലനം മിഥ്യയാണ്. കണ്ണിൻ്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന സവിശേഷതയാണ് അതിന് കാരണം. കണ്ട കാഴ്ച
കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷവും അല്പനേരം കൂടി കണ്ണിൻ്റെ റെറ്റിന ആ കാഴ്ച അല്ലെങ്കിൽ ആ ഇമേജ്, ആ ദൃശ്യം നിലനിർത്തുന്നു എന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന സവിശേഷത. ഇതാണ് ചലച്ചിത്രത്തിൻ്റെ ശാസ്ത്രീയമായ അടിസ്ഥാനം. 35mm സെല്ലുലോയിഡ് ഫിലിമിൽ ഓരോ നിശ്ചല ഫ്രെയിമും അതിലോരോന്നിലും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചലനത്തിൻ്റെ തുടർച്ചയുമൊക്കെ വ്യക്തമായിട്ട് നമുക്കിന്ന് കാണാൻ കഴിയും. മൈബ്രിഡ്ജ് ഫോട്ടോഗ്രാഫിയിലേക്ക് പകർത്തുന്ന ഓടുന്ന കുതിരയാണ് ആദ്യത്തെ ചലിക്കുന്ന ചിത്രം. ഹോഴ്സ് ഇൻ മോഷൻ എന്ന ചിത്രം അറിയപ്പെടുന്നു. ലിലാൻഡ് സ്റ്റാൻഫോർഡിൻ്റെ സ്വന്തം സാലി ഗാർഡനർ എന്ന കുതിരയാണ് ആദ്യത്തെ മൂവി ഹീറോ. ലിലാൻഡ് സ്റ്റാൻഫോർഡ് ആദ്യത്തെ പ്രൊഡ്യൂസർ, മൈബ്രിഡ്ജ് ഫോട്ടോഗ്രാഫി ഡയറക്ടർ എന്ന് നമുക്ക് പറയാൻ ആവുമെന്ന് കരുതുന്നു. മനുഷ്യൻ്റെ അതുവരെയുള്ള കാഴ്ച എന്ന അനുഭവത്തെ ഒറ്റയടിക്ക് മാറ്റിമറിക്കുകയാണ് മൈബ്രിഡ്ജ്. അതിനെ കൂടുതൽ അർത്ഥപൂർണ്ണവും മനോഹരമാക്കുന്നു. ഈ ലോകത്തെയും ഇവിടുത്തെ ജീവിതത്തെയും നോക്കിക്കാണാൻ അദ്ദേഹം പുതിയൊരു വാതായനം തന്നെ തുറന്നിടുകയാണ്. ഇത് ഉജ്ജ്വലമായ ഒരു ലോകോത്തര വിജയം തന്നെയാണ് എന്നാണ് അന്നത്തെ പത്രങ്ങളൊക്കെ ഉദ്ഘോഷിച്ചത്. എന്തായാലും സ്റ്റാൻഫോർഡ് അസാധ്യം എന്ന് തോന്നിയ ഒരു ബ്രഹ്മാണ്ഡ പന്തയം ജയിക്കുകയാണ്. $25,000. പക്ഷേ പണത്തേക്കാൾ തൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന കുതിരയുടെ ഓട്ടം ഫോട്ടോഗ്രാഫി ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചത്. അത് തന്നെയാണ് ലോകത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനവും. കലയിലും ശാസ്ത്രത്തിലും അലയടിച്ച ആ കുതിരയുടെ കുളമ്പടികൾ ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന കുതിരയുടേതുപോലെ പ്രേക്ഷകരെ അമ്പരിപ്പിച്ച മറ്റൊരു സംഭവമാണ് തോമസ് ആൽവ എഡിസൻ്റെ തുമ്മുന്ന മനുഷ്യൻ. അതിന് പിന്നാലെ എത്തിയത് ലൂമിയ ബ്രദേഴ്സിൻ്റെ പായുന്ന തീവണ്ടി. തിരശ്ശീലയിൽ പാഞ്ഞെടുക്കുന്ന തീവണ്ടി കണ്ട് ഭയന്ന കാഴ്ചക്കാർ തിയേറ്ററിൽ നിന്ന് ജീവനും കൊണ്ട് ഓടിയ സംഭവമുണ്ട്. അതൊക്കെ അടങ്ങുന്ന ആദ്യകാല സിനിമാനുഭവങ്ങളുടെ അതിശയകരവും അതിരസകരവുമായ കഥകളും അതൊക്കെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ച മഹാരഥന്മാരുടെ ജീവിത കഥകളുമൊക്കെ നമുക്ക് പറയാനുണ്ട്. എന്തൊക്കെയാണെങ്കിലും സിനിമയെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും എഡ്വേർഡ് മൈബ്രിഡ്ജിനെ മറക്കാനാവുകയില്ല. കാരണം അദ്ദേഹമാണ് നിശ്ചല ചിത്രങ്ങളെ ചലനത്തിലേക്ക് നയിച്ചത്. ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിക്ക് സമാനമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം. ആ കഥ പറയാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. സംഭവബഹുലമായ കഥയാണ്. അടുത്ത വീഡിയോയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റ് സിനിമാ പ്രേമികൾക്ക് ഷെയറും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും പ്രതീക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. ബായ്.